ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഊട്ടി ട്രാവൽ വ്ളോഗിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1ലെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. ഈ സമയത്ത് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ പാർട്ടിൽ വയനാട് വഴി ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിൽ പോയി അവിടുന്ന് കർണാടക ബോർഡർ കടന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റും കടന്ന് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ആദ്യത്തെ പാർട്ട്. അത് ആദ്യം നിങ്ങൾ കാണുക. പാർട്ട് 1ൽ എന്തൊക്കെയുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടക ബോർഡർ കടന്ന് അതുപോലെ തന്നെ തമിഴ്നാട് ബോർഡർ കടന്ന് ഈ കൊറോണയുടെ സാഹചര്യത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ നമ്മൾ കടന്നിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളും പാർട്ട് 1ൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഊട്ടി എത്തുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പാർട്ട് 1ൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് ഊട്ടിയിലെ ഇപ്പോഴത്തെ ടൂറിസ്റ്റ് പ്ലേസുകളുടെ അവസ്ഥയും അവിടുത്തെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് നമ്മളുടെ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ ബോർഡർ കടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ ആദ്യം ഫ്രഷ് ആയ ശേഷം റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് പോയത് ഹോട്ടലിലേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടലിൽ ആദ്യം പോയി, പക്ഷെ അവിടെ ഈവനിങ് മാത്രമേ ഫുഡുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ മലയാളികളുടെ ഷോപ്പ് അന്വേഷിച്ചപ്പോൾ നല്ല അടിപൊളി ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് കണ്ടു. എല്ലാവർക്കും പോയി തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ചായ കുടിച്ച ശേഷം ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഊട്ടിയിൽ വന്നിട്ട് ആദ്യത്തെ സ്പോട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെ തിരഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറെ ഫോട്ടോസുകളൊക്കെ എടുക്കാം. കുറെ നേരം അവിടെ കറങ്ങി നടക്കാനുള്ളത് തന്നെ ഉണ്ട്. മുന്നേ പോയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടി പോയി. ഞങ്ങൾ മുന്നേ പോകുന്ന സമയത്ത് 40 രൂപ ആയിരുന്നു. ഇപ്പോൾ സംഭവം 50 രൂപ ആയിട്ടുണ്ട്. കുട്ടികൾക്ക് 30 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ അകത്ത് കയറി ഇവിടെ കുറേ നേരം ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചു. എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാം. ഇപ്പോൾ ഓപ്പൺ ആണ്. ഇവിടുത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് കണ്ടാൽ തീരൂല, അത്രക്കും കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ഒരിക്കലും മിസ്സാവില്ല. ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസുകൾ എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് നേരം ഇവിടെ ഫാമിലിനായിട്ട് ചെലവഴിക്കാൻ പറ്റും നമുക്ക്. അത്രയും നല്ലൊരു സ്പോട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ യാതൊരുവിധ തടസ്സമില്ല ഇപ്പോൾ വരാൻ. അതിനുശേഷം ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ കാണാൻ. അപ്പം അതൊക്കെ പറയാനാണെങ്കിലും കാണിക്കാനാണെങ്കിലും ഒരുപാട് സമയമുണ്ട്. പിന്നെ ഡയറക്റ്റ് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അത് നമ്മളെ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ റോട്ടിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലെത്തി. അപ്പോൾ ഇവിടെയും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊക്കെ ക്ലോസ്ഡ് ചെയ്യുന്നു കൊറോണ ആയിട്ട്. ഇപ്പോൾ സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്. അതായത് ഈ എന്താ പറയാ, പൈൻ ഫോറസ്റ്റിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. നല്ല കൂളിംഗ് ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഫാമിലിനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. ലാസ്റ്റ് ഞങ്ങൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. എല്ലാ സ്പോട്ടുകളിലും അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അത്യാവശ്യം വണ്ടികളും ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെ ഇവിടുത്തെ ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെയും നമുക്കിപ്പോൾ കൊറോണ ആയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. വരുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയാസവും ഇല്ല. വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ കയറാം. ഇതൊക്കെ അടച്ചിട്ടൊക്കെയായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഊട്ടി ടൗണിൽ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ മാത്രമാണ്. അവിടെ തന്നെ നമുക്ക് ബോട്ട് ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ടീ ഫാക്ടറി ഉണ്ട്, അതുപോലെ തന്നെ ഡോൾഫിൻ ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ റോസ് ഗാർഡൻ ഉണ്ട്. ഇതൊക്കെ ഓപ്പൺ ആണ്. ഇവിടെ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് സമയം കുറച്ച് ഉള്ളുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം നമ്മുടെ നാട്ടിലേക്കുള്ള വഴികളിലുള്ള സ്പോട്ടുകളാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഗൂഡല്ലൂർ റോട്ടിലുള്ള സ്പോട്ടുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടിയിലുള്ള എല്ലാ സ്പോട്ടുകളും ഇപ്പോൾ ഓപ്പൺ ആണ്. നമുക്ക് പോവാം. വല്ലാതെ റഷോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ഇപ്പോൾ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വരാൻ പറ്റും. നമ്മൾ പൈൻ ഫോറസ്റ്റിന്റെ നേരെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ കുതിരകളുണ്ട്. ആ കുതിരകളുടെ മേത്ത് കയറിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ പിന്നെ അവിടെ ഉള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ലൈക്ക് ഉണ്ട്. ഈ ലൈക്കിന്റെ ചുറ്റുഭാഗത്തേക്കും നമുക്ക് നടന്നു പോകാൻ പറ്റും. ഇവിടെ ഇരുന്നിട്ട് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നല്ല കിടിലം വൈബാണ്. ഇവിടെ നല്ല കൂളിങ്ങുമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കയറാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എന്തായാലും വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാം.
പിന്നെ നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഡല്ലൂർ റോഡിൽ തന്നെ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഗൂഡല്ലൂർ റോഡിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട്. നല്ല കിഡിലെ സ്പോട്ടാണ്. കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ആ മൊട്ട കുന്നുമ്പോൾ നമ്മൾ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ കിഡിലം ഫീലാണ്. അവിടെ ഒരാൾക്ക് 20 രൂപ തന്നെയാണ് എൻട്രി ഫീസ് ഉള്ളത്. ഇവിടെയും നമുക്ക് കുതിരകളും മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ കുറേ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല, കൊറോണ ആയതുകൊണ്ട്. പക്ഷെ സ്പോട്ട്, അതായത് ഈ ഷൂട്ടിംഗ് പോയിന്റ് ഇപ്പോൾ ഓപ്പൺ ആണ്. 20 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് അകത്ത് കയറാം. കയറി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു ക്ഷീണവും അറിയില്ല, കാരണം നല്ല കൂളിംഗ് ആണ്, നല്ല തണുപ്പുണ്ട്. ആ ഒരു മൊട്ട കുന്നിന്റെ മുകളിൽ ചെന്നാലും നല്ല സൂര്യനാണെന്നുണ്ടെങ്കിലും നമുക്ക് യാതൊരുവിധ ക്ഷീണവും ഉണ്ടാവില്ല, കാരണം നല്ല തണുപ്പാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ കയറി നല്ല രീതിയിൽ കുറെ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. ഇവിടെ എല്ലാവരും ഇവിടെ വരിക. ഇപ്പോൾ ഇതും ഓപ്പൺ ആണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ എൻജോയ് ചെയ്യാം. ഫാമിലിയായിട്ട് കുറെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. നമ്മൾ മൊട്ടക്കുന്നിന്റെ മുകളിൽ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആകാശത്തിനോട് തൊട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. 4 ഭാഗത്തേക്ക് നോക്കിയാലും ചുറ്റുഭാഗവും നല്ല രസമാണ്. ഓരോ വ്യൂകളും പ്രത്യേകിച്ച് നല്ല പൊളി വ്യൂ ആണ്. ഇവിടുന്ന് 4 ഭാഗത്തേക്ക് നോക്കുമ്പോഴും എല്ലാവരും ചെന്ന് എൻജോയ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം പോയത് ഗൂഡല്ലൂർ റോഡിൽ തന്നെയാണ് അടുത്ത നമ്മളുടെ സ്പോട്ട് ഉള്ളത്. അത് പൈക്കര വാട്ടർഫാൾസ് ആണ്. ഇത് 5:30 വരെ ഉള്ളൂ വൈകിട്ട്. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും എത്താൻ ശ്രമിക്കുക. നമ്മുടെ പൈക്കര വാട്ടർഫാൾസും ഇപ്പോൾ ഓപ്പൺ ആണ്. ഒരാൾക്ക് അവിടെ കയറാനും 20 രൂപ തന്നെയാണ് ഫീ ഉള്ളത്. നമ്മളവിടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തി. പിന്നെ ഡയറക്റ്റ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നിട്ട് പൈക്കര വാട്ടർഫാൾസിന്റെ എൻട്രൻസിലെത്തി. അങ്ങനെ അകത്ത് കയറി 20 രൂപയുടെ ടിക്കറ്റ് എടുത്തു. പിന്നെ കയറി ചെല്ലുന്ന പാട് തന്നെ നമുക്ക് ലെഫ്റ്റ് ഭാഗത്ത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികളായിട്ടൊക്കെ അവിടെ പോയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ നമുക്ക്. പിന്നെ അവിടുന്ന് നമ്മൾ നല്ല രീതിയിൽ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നമുക്ക് കാണാം പൈക്കര ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു വ്യൂ നമുക്ക് അവിടുന്ന് കാണാം. നല്ലൊരു വ്യൂ ആണ്. അതായത് പൈക്കര ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ എങ്കിലും യാതൊരുവിധ കാണാൻ രസക്കുറവൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കാണാം. അവിടെ കുറേ നേരം ഇരിക്കുക. നല്ലൊരു വ്യൂ ഒക്കെയാണ്. ഇത് മുകളിലത്തെ വ്യൂ ആണ്. താഴെ നമുക്ക് നടന്ന് താഴോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെയും കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ വരാം. ഇതാണ് നമ്മളുടെ വാട്ടർഫാൾസിന്റെ എൻഡ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ പാറക്കെട്ടുകളും ഒക്കെ കാണാൻ പറ്റും. അതിന് നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ ചെന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം, കുറേ നേരം അവിടെ ഇരിക്കാം. അവിടെയും നല്ല തണുപ്പാണ്. ഇപ്പോൾ മൊത്തത്തിൽ എവിടെയും നമുക്ക് ക്ലൈമറ്റിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചൂട് അങ്ങനത്തെ ഒരു യാതൊരുവിധ പ്രശ്നവും ഊട്ടിയിൽ വന്നാൽ നമുക്ക് ഉണ്ടാവില്ല. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് ഇവിടെ കാണാം. കുറേ നേരം അവിടെ ഇരിക്കുക. ഫാമിലിയായിട്ടൊക്കെ 5:30 മുന്നേ വരാൻ ശ്രമിക്കുക. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം.
വാട്ടർഫാൾസിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ പോകുന്നത് ഗൂഡല്ലൂര് വഴി നാടുകാണി ചുരം ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരള ബോർഡർ ഉണ്ട്, അവിടുന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടാവോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങള് തിരിച്ച് കേരളത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പാസ്സൊന്നും കരുതിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ ഇ പാസ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ കേരള ബോർഡർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വണ്ടി മുന്നിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ ഞങ്ങളൊരു പോലീസുകാരൻ കഴി കാണിച്ചു നിർത്തി. ഞങ്ങളോട് ചോദിച്ചു എവിടുന്നാ വരുന്നത് എന്നൊക്കെ ചോദിച്ചു. ഊട്ടിയിൽ നിന്നാന്ന് പറഞ്ഞു. പാസ്സൊക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഫാമിലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൂടുതൽ ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നില്ല, പോവാൻ പറഞ്ഞു. ഞങ്ങൾ വണ്ടി എടുത്തു. നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു. യാതൊരുവിധ ബുദ്ധിമുട്ടും ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടായില്ല. അതന്നെ വലിയ ഭാഗ്യം. എല്ലാവരും നല്ല രീതിയിൽ യാത്ര ചെയ്യണോണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നമ്മളുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ യാത്ര പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് യാത്ര പോവുക. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ എത്താൻ നേരത്ത് ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല കിടിലൻ റെസ്റ്റോറന്റ് ആയിരുന്നു. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.